എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വരുന്നുണ്ട്. അത് നാളെ മുതലാണ്. വേഴം, വെള്ളി, ശനി. നമ്മുടെ 2ാം ശനിയാഴ്ച ഈ വരുന്ന ശനിയാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും അവധി കിട്ടുന്നൊരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് കഴിയുന്ന അത്രയും പേർക്ക് ഉപവാസ പ്രാർത്ഥനയുടെ ആ പകൽ സമയത്ത് പങ്കെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഈ വരുന്ന 3 ദിവസത്തെ പ്രാർത്ഥനയിൽ എല്ലാവരും തന്നെ പങ്കെടുക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതാണ്. സകലത്തെ ഉളവാക്കിയവൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് വലിയൊരു പദവിയാണ്. ഒരു ചർച്ചിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളതിനേക്കാൾ, ഒരു പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് കൂടി ഇരിക്കുക എന്ന് പറഞ്ഞതിനേക്കാൾ, യേശുവിൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. ആ ഒരു വെളിപ്പാടിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവധിയെടുത്തും വരണം. വേഴം, വെള്ളി, ശനി നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. പഴമക്കാർ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഓരോ ദിവസവും പറയാറുണ്ട്. ഇന്ന് പറയുന്നത്, നമ്മുടെ കോഴിയെ മോഷ്ടിച്ചതിന് കുറുക്കനോട് നമ്മൾ ക്ഷമിച്ചാൽ നാളെ അവൻ നമ്മുടെ ആടിനെ മോഷ്ടിക്കുമെന്ന് പഴമക്കാരുടെ ഒരു ചൊല്ലുണ്ട്. എല്ലാവരോടും ക്ഷമിക്കുന്നതൊക്കെ നല്ലതാണ്. എന്നാൽ നാം ക്ഷമിച്ചെന്ന് കരുതി അവൻ്റെ പരിപാടി, കുറുക്കൻ അവൻ്റെ പരിപാടി നിർത്തുകയില്ല. അവൻ അടുത്ത പരിപാടി. കുറുക്കന് മനസ്സിലായില്ല, ക്ഷമിച്ചതാണോ എന്താണെന്നൊന്നും മനസ്സിലായില്ല. നമ്മൾ വിഡ്ഢികളാണെന്നാണ് കുറുക്കൻ വിചാരിക്കുന്നത്. അവൻ നമ്മുടെ കോഴിയെ കൊണ്ട് പോയി. അപ്പോൾ നമ്മളൊന്നും മിണ്ടിയില്ല. അവൻ വിചാരിച്ചു അവൻ വളരെ ബുദ്ധിമാനാണ്, അതുകൊണ്ട് ആടിനെ മോഷ്ടിച്ചേക്കാമെന്ന് അവൻ അടുത്ത സ്റ്റെപ്പ് വെക്കും. മറ്റുള്ളവരോട് ക്ഷമിക്കണം, എന്നാൽ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്തുകൊണ്ട് നാം ക്ഷമിച്ചു. നാം യേശുക്രിസ്തുവിൻ്റെ മക്കളായതുകൊണ്ടാണ് ക്ഷമിച്ചത്, വിഡ്ഢികളായതുകൊണ്ടല്ല. അതുകൊണ്ട് ക്ഷമിച്ചു എന്ന് കരുതി അടുത്ത കബളിപ്പിക്കലിന് അവനിടം കൊടുക്കരുത്. പൗലോസ് പറയാണ്, പിശാചിന് ഇടം കൊടുക്കരുത്. ചിലരുണ്ട്, എത്ര ആര് പറ്റിച്ചാലും മനസ്സിലാകാത്തവരുണ്ട്. അവരെ എപ്പോഴും ഇങ്ങനെ കളിപ്പിക്കാൻ എളുപ്പമാണ്. ചിലപ്പോൾ വന്നുകൊണ്ട് അടുത്ത വീട്ടുകാർ പറയും, ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടമാണ്, അതുകൊണ്ട് ആ മാലൊന്ന് പണയം വെക്കാൻ എന്താ. അങ്ങനെ മൊത്തം ഊരി കൊടുത്ത് ഒടുവിൽ വീട്ടിലെ വസ്തുവിൻ്റെ ആധാരം വരെ കൊടുത്ത വിശ്വാസികളുണ്ട്. അവരെല്ലാം ഇന്ന് വഴി ആധാരമാണ്. കാരണം സ്വന്തമായിട്ട് ആധാരമില്ല. പണ്ട് ആരോ പറഞ്ഞ പോലെ ആകെയുള്ള ആധാരം വഴിയാധാരമാണ്. കുറുക്കനെ നീ തിരിച്ചറിയണം. നിന്റെ കോഴിയെ മോഷ്ടിക്കുമ്പോൾ നീ ക്ഷമിച്ചോ, എന്നാൽ ആടിനെ മോഷ്ടിക്കാൻ നീ അനുവദിക്കരുത്. ഒരബദ്ധം പറ്റിയാൽ കുഴപ്പമില്ല, അത് നമ്മെ ചതിച്ചവരോട് ക്ഷമിക്കുക. എന്നാൽ അടുത്ത ചതിക്ക് അവസരങ്ങൾ വെക്കരുത്. അതിനുള്ള ജ്ഞാനം ദൈവത്തോട് ചോദിക്കണം. കർത്താവ്, ഇത് ചതിയാണോ? വിവേചന വരമെന്നൊരു വരം, ആ വരം എല്ലാവർക്കും അത്യാവശ്യമാണ്. വിവേചിക്കാൻ, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ. യേശു കർത്താവ് മനുഷ്യനിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെത്താൻ മനുഷ്യനെ വിശ്വസിച്ചേൽപ്പിച്ചില്ലെന്ന്, പിതാവിനെ മാത്രമേ വിശ്വസിച്ചുള്ളൂ. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും ഒന്നും വിശ്വസിച്ചില്ല. മനുഷ്യനിലുള്ളതെല്ലാം ചതിയാണ്. ഈ ഒരു മനോഭാവത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കർത്താവ് കൃപ തരും. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ
ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ യേശുവേ, ഞങ്ങളെ ഉണർവിനായി ഉപയോഗിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൽ അങ്ങ് വെച്ചിരിക്കുന്ന അന്ത്യകാല ഉണർവിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ ഉപയോഗിക്കണേ കർത്താവേ. അങ്ങ് എന്തെല്ലാം വെച്ചിട്ടുണ്ട് അതിൽ ഞങ്ങളെ ഒന്ന് കൂട്ടണമേ, ഞങ്ങളെ ഒന്ന് ഇൻവോൾവ് ചെയ്യണമേ അപ്പാ. അണയാത്തൊരു അഗ്നി ഞങ്ങളിൽ കത്തട്ടെ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി. അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം.
അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം. ജോസഫ് ആളയച്ച് തൻ്റെ പിതാവായി യാക്കോബിനെയും കുടുംബത്തെയൊക്കെയും വരുത്തി. അവരാകെ 75 പേരായിരുന്നു. യാക്കോബ് മിസ്രൈമിലേക്ക് പോയി, അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അപ്പൊ ജോസഫ് ആളയച്ച് തൻ്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെ ഒക്കെയും വരുത്തി. അവരാകെ 75 പേരായിരുന്നു. ജോസഫിന്റെ ചരിത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന്, എൻ്റെ പേരിൻ്റെ കൂടെ ഉള്ളതാണ് ജോഷി ജോസഫ്. ഈ ജോസഫിന്റെ ചരിത്രം അത് ജീവിതത്തിൽ ഒത്തിരി, ഞങ്ങളുടെ വീടുമായിട്ട് എൻ്റെ ജീവിതമായിട്ടൊക്കെ ഒത്തിരി അവിടെ ഇവിടെയൊക്കെ സാമ്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തോട് സമാന്തരമായ ഒരു കാര്യം കേട്ടാൽ നമ്മൾ നിന്ന് കേൾക്കും. ഇതുപോലെ ജോസഫിൻ്റെ ചരിത്രം നമ്മൾ അറിയാതെ വായിച്ചും നിന്നും ധ്യാനിച്ചും പോകും. അതിൽ ഇതാ ജോസഫ് ആരുപദ്രവിച്ചുവോ, ആര് വേദനിപ്പിച്ചുവോ, ആര് കരയിപ്പിച്ചുവോ, ആര് വിലക്ക് വിറ്റുവോ, ആര് ചത്തുപോയെന്ന് പറഞ്ഞ് ഒഴിവാക്കിയോ, ആ കൂട്ടരെ തന്നെ താനായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഉയർച്ചയിൽ നിന്നുകൊണ്ട് അവരെ തൻ്റെ അടുക്കൽ വരുത്തി തൻ്റെ നന്മ അവർക്ക് ഷെയർ ചെയ്തു. തൻ്റെ പദവിയിൽ നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത്. മിസ്രൈമിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലം, അവരുടെ ആടുകൾക്കും മാടുകൾക്കും മേയാനും ജീവിക്കാനും പറ്റിയ എല്ലാവിധ സമൃദ്ധമായ ചുറ്റുപാടും ജോസഫ് സഹോദരവർഗങ്ങൾക്കും അപ്പനും ഉണ്ടാക്കി കൊടുത്തു. കാരണം രാജപദവിയിൽ നിൽക്കുന്ന ജോസഫിന് അവർക്ക് വേണ്ട ക്വാർട്ടേഴ്സുകൾ, ജീവിത ചുറ്റുപാട്, ഉയർന്ന ജോലി, എല്ലാ നിലയിലുമുള്ള അനുഗ്രഹങ്ങൾ ജോസഫ് താൻ മാത്രം അനുഗ്രഹം അനുഭവിച്ചില്ല, മറ്റുള്ളവരിലേക്കും ഈ അനുഗ്രഹത്തെ കൈമാറുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ദോഷം ചെയ്തവരെ, നമുക്ക് വേദന ഉണ്ടാക്കിയവരെ പോലും ഒന്ന് സഹായിക്കാൻ കിട്ടുമെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പൗലോസ് പിന്നത്തേതിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നു, നന്മ ചെയ്ത് തിന്മയെ ജയിക്കുക, അങ്ങനെ ശത്രുവിൻ്റെ മേൽ തീക്കനൽ കുന്നിക്കും. നന്മ ചെയ്ത് തിന്മയെ ജയിക്കുക, അങ്ങനെ ശത്രുവിൻ്റെ തലയിൽ തീ കൊണ്ടുവന്ന് ഇടാനായിട്ട് പറ്റിയ ഏറ്റവും വലിയ മാർഗം നന്മ ചെയ്യുക. നമുക്ക് നല്ല കാലം വരുമ്പോൾ ഇവർക്കൊക്കെ നന്മ ചെയ്യുക. പണ്ടൊരു അമ്മച്ചി ഈ വാക്യം വായിച്ചത് മനസ്സിലായില്ല. അപ്പച്ചൻ്റെ തലയിൽ കഞ്ഞിവെള്ളം കോരി ഒഴിച്ചെന്ന്, തിളച്ച കഞ്ഞിവെള്ളം. എന്താ കാര്യം? തീക്കനൽ കിട്ടിയില്ലെന്ന്, ഗ്യാസ് സ്റ്റൗ ആയതുകൊണ്ട്. അതുകൊണ്ട് വെള്ളം തിളച്ചപ്പോൾ അപ്പച്ചൻ്റെ തലയിൽ ഒഴിച്ചെന്നാണ് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതേ ചെയ്യാൻ പറ്റുള്ളൂ അമ്മച്ചി പിന്നീട് പറഞ്ഞതെന്നാണ് ഒരു കഥ കേട്ടിട്ടുള്ളത്. അപ്പം നന്മ ചെയ്യുക, ശത്രുവിനെ എതിരെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം നന്മ ചെയ്യുക. ജോസഫ് ഇപ്പോൾ നന്മ ചെയ്യുകയാണ്. യേശു കർത്താവ് നന്മ ചെയ്യുകയാണ്. പിതാവ്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ ജോസഫിലൊക്കെ കാണുന്നത് ക്രിസ്തുവിൻ്റെ അതേ ആത്മാവാണ്. അവരിൽ വ്യാപരിച്ചിരുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ആരെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ആരെങ്കിലും ഫലം കായ്ക്കുന്നുണ്ടെങ്കിൽ അവരിൽ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. മോശ മിസ്രൈമിൽ നിന്ന് ജനങ്ങളെ വിടുവിച്ച്, ദൈവത്തിൻ്റെ ജനത്തെ വിടുവിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുമ്പോൾ മോശയിൽ വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ദാവീദ് ഇസ്രായേലിന് നന്മ ചെയ്യുമ്പോൾ അവനിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ, അതായത് ദൈവത്തിൻ്റെ ഹൃദയമാണവൻ. അവൻ്റെ ശത്രുക്കൾ മരിച്ചപ്പോൾ പോലും അവൻ വിലാപഗീതം ചൊല്ലി. ശൗലും യോനാഥാനും മരിച്ചപ്പോൾ, യോനാഥാനേ നീ മരിച്ചല്ലോ എന്നല്ല കരയുന്നത്, ശൗലും യോനാഥാൻ. ഒരാള് ദുഷ്ടനും ഒരാള്
ഏറ്റവും നല്ലവനും 2 പേർ മരിച്ചപ്പോൾ ദാവീദ് ഉറക്കെ കരഞ്ഞു. യോനാഥാനെ ഓർത്ത് മാത്രമല്ല, ശൗലിനെ ഓർത്ത് കരഞ്ഞു. വീരന്മാർ പട്ടുപോയത് എങ്ങനെ? അയ്യോ, ഇത് അന്യദേശക്കാരറിയല്ലേ, അവിടുത്തെ പെണ്ണുങ്ങൾ ഇത് കേട്ട് ഡാൻസ് കളിക്കാനിടയാകരുതേ, നൃത്ത ചുവടുകൾ വെക്കരുതേ. അഭിഷിക്തന്മാരുടെ പരിചകൾ, വീരന്മാരുടെ ആയുധങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടല്ലോ. ദാവീദ് കരയുകയാണ്. മറ്റുള്ളവരുടെ, ദ്രോഹിച്ചവരുടെ വേദനയിൽ പോലും കരയാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ ആത്മാവുണ്ട്. അബ്നേർ മരിച്ചപ്പോൾ അബ്നേറിനു വേണ്ടി, അബ്നേർ ദാവീദിന് വലിയ ഉപകാരമൊന്നും ചെയ്തില്ല. ശൗലിന്റെ സേനാനായകനായിരുന്നു. ശൗൽ തന്റെ സൈന്യമായി പോകുമ്പോൾ ദാവീദിനെ കൊല്ലാൻ മുമ്പിൽ നിന്നയാളാണ് അബ്നേർ. എന്നാൽ അബ്നേർ മടങ്ങി ദാവീദിന്റെ അടുക്കൽ വരുമ്പോൾ, വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ യോവാബ് അവനെ കുത്തിക്കൊല്ലുന്നുണ്ട്. ആ സമയത്ത് ദാവീദ് കരയുകയാണ്. അബ്നേർ, നീ ഒരു നീചനെ പോലെ മരിച്ചല്ലോ, നീ അങ്ങനെ മരിക്കേണ്ടവനല്ലല്ലോ. ദാവീദ് പകൽ മുഴുവൻ നിന്ന് കരയുകയാണ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരം മറ്റുള്ളവർ, ശത്രുക്കൾക്ക് പോലും ദോഷം വന്നാൽ നമുക്ക് കരയാൻ കഴിയണം. നമ്മളെ ദ്രോഹിച്ചവർ, നമുക്കെതിരെ മന്ത്രം ചെയ്തവർ, നമ്മുടെ നാശം കാണാൻ കൊതിച്ചവർക്ക് ഒരു അനർത്ഥം വന്നാൽ ഒന്ന് ആദ്യം ഓടിച്ചെല്ലാൻ കഴിഞ്ഞെങ്കിൽ അതിനേക്കാൾ വലിയ പ്രതികാരം മറ്റൊന്നുമില്ല. ഏറ്റവും വലിയ പ്രതികാരം അവരുടെ വീഴ്ചയിൽ അവരെ താങ്ങുന്നതാണ്. ഏറ്റവും വലിയ പ്രതികാരം അവരുടെ സങ്കടങ്ങളിൽ കൂട്ടായ്മ കൊടുക്കുന്നതാണ്. ഏറ്റവും വലിയ പ്രതികാരം അതാണ്. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയതുകൊണ്ട് പല കുടുംബങ്ങളിൽ അവരെ കല്യാണം വിളിക്കില്ല, ബന്ധുക്കളൊന്നും കല്യാണം വിളിക്കില്ല. എന്നാലൊരു മരണ വീട്ടിലോട്ട് കയറി ചെല്ലും, നിങ്ങളെ വിളിക്കില്ല. നിങ്ങൾ ആ മരണ വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ പന്തൽ കെട്ടാനും അവരുടെ കണ്ണുനീരിൽ ഒന്ന് കൂടെ നിൽക്കാമോ? അവരെ തോൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗം അതാണ്. കല്യാണത്തിനൊന്നും വിളിക്കില്ല, നല്ല നല്ല ഫംഗ്ഷന് വിളിക്കില്ല. എന്നാൽ അവർക്കൊരു തകർച്ച വരുമ്പോൾ, ആശുപത്രിയിലായി, മെഡിക്കൽ കോളേജിലാണ്, അല്ലെങ്കിൽ ഏതോ ഒരു വലിയ ഹോസ്പിറ്റൽ ICUയിൽ വെന്റിലേറ്ററിലാണ്, നിങ്ങൾ അവിടെ പോയി ആ വീട്ടുകാരൊപ്പം ഒന്ന് കുറച്ചു നേരം അവിടെ ഒന്ന് ഇരിക്കാമോ? അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം അതാണ്. നിങ്ങളെ ദോഷം ചെയ്ത, നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, അങ്ങനെ എത്രയോ പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശക്തി, ഇതാണ് നമ്മുടെ ബലം. ജോസഫിന്റെ ബലം അവന്റെ സഹോദരന്മാരെ മുഴുവനും ക്ഷാമത്തിൽ മരിച്ചു പോകാതിരിക്കേണ്ടതിന്, നശിച്ചു പോകാതിരിക്കേണ്ടതിന് എല്ലാവരെയും കനാനീന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഏറ്റവും സമൃദ്ധിയുള്ള ഇടത്ത് പാർപ്പിച്ചു. യോഹന്നാൻ 3:16 എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ഏവനും നശിച്ചു പോകാതെ, അത് അടിവരയിടണം. ഏവനും നശിച്ചു, നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തെക്കുറിച്ച് മനസ്സിലാകാൻ ഇതൊറ്റ വാക്യം മതി. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് സ്വന്തം മകനെ തന്നുകൊണ്ടാണ്, വില മുടക്കിക്കൊണ്ടാണ്, ചെലവ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് നീ രക്ഷയ്ക്ക് ഒരു ചെലവും ചെയ്യണ്ട, ദൈവം അതിന് ചെലവ് ചെയ്തു. നിനക്ക് നിന്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരു ചെലവും ചെയ്യാനുള്ള ശേഷിയില്ല. നിനക്ക് സ്വർഗം സമ്പാദിക്കാൻ കഴിയില്ല. മരണാനന്തര ജീവിതം, നിത്യജീവിതം, നിത്യജീവൻ പ്രാപിക്കാൻ നിനക്ക് കഴിയില്ല. ഒരു മനുഷ്യനും കഴിയില്ല. എല്ലാ മനുഷ്യർക്കും ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയെ വെച്ചിട്ടുള്ളൂ. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് ക്രൂശിലൂടെ തെളിയിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും പിതാവിനോട് നന്ദിയുണ്ട്. യേശു അതുകൊണ്ട് തൃപ്തിയായില്ല. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല.
ഞാൻ ഉണ്ടായിരുന്നത് പോലെ തന്നെയായിരിക്കും പരിശുദ്ധാത്മാവ്. ഇന്ന് ഒരു ശരീരത്തിൻ്റെ രൂപത്തിൽ യേശുവിനെ ശിഷ്യന്മാർ കണ്ടതുപോലെ നാം പരിശുദ്ധാത്മാവിനെ കാണുന്നില്ലെങ്കിലും അതേ ആളത്വത്തിൽ, അതേ സ്നേഹത്തിൽ, അതേ ആർദ്രതയിൽ, അതേ കരുണയിൽ, അതേ കൃപയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വെളിപ്പാട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകും. എനിക്ക് ഇതുവരെ ആയിട്ടില്ല. ആ ഒരു വെളിപ്പാട് നമുക്ക് അതിൻ്റെ ആഴത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിത ശൈലി മാറും, നമ്മുടെ വാക്കുകൾ മാറും. ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ദൈവം നമുക്ക് വേണ്ടി തന്ന ഏറ്റവും വലിയ ദാനം യേശു. അടുത്ത ദാനം പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്ന് പറയുമ്പോൾ യേശു ഉണ്ടോ? ഉണ്ട്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ യേശു ഉണ്ട്, പിതാവുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം ക്രിസ്തുവിന് പകരം ആണ് പരിശുദ്ധാത്മാവ്. ക്രിസ്തുവിനെ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ഞാൻ ക്രൂശിൽ മരിച്ച് സ്വർഗത്തിൽ പോയതുകൊണ്ട് നിങ്ങളുടെ പരിമിതികൾ പൊളിഞ്ഞു പോവുകയാണ്. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടില്ല. എല്ലാ അധികാരവും എൻ്റെ കയ്യിലാണ്. നിങ്ങൾ ധൈര്യമായി പോയിക്കോ, കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയാണ്. നിങ്ങൾ ഈ ഉയരത്തിലെ ശക്തിയുമായി പോയിക്കോ. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എത്തിയിരിക്കും. നിങ്ങളുടെ പരിമിതികളെല്ലാം പൊളിഞ്ഞു പോകും. സ്തോത്രം. നന്മ ചെയ്യുന്ന പിതാവാം ദൈവത്തെ നമുക്ക് കാണാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ അബദ്ധർക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കർത്താവ് നമ്മെ ഒത്തിരി 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 സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കാൽവരി ക്രൂശിലെ യാഗം. നമ്മോട് ദൈവം ക്ഷമിച്ചു. ജോസഫ് എത്ര പേർക്ക് വേണ്ടി? 75 പേർക്ക് വേണ്ടി ജോസഫിനെ പിതാവ് ഉയർത്തി. അവൻ കടന്നുപോയ കഷ്ടതകളൊക്കെ അതിനു വേണ്ടിയായിരുന്നു. എന്നാൽ യേശുവിനെ പിതാവ് ഉയർത്തി. ആർക്ക് വേണ്ടി? എല്ലാ കഷ്ടങ്ങൾ അനുഭവിച്ച ശേഷം യേശുവിനെ ഉയർത്തി. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കലേക്ക് ആകർഷിക്കും. 75 പേരെയല്ല, ഭൂലോകത്തിലുള്ള 800 കോടിയിലധികം വരുന്ന എല്ലാവരെയും ആകർഷിക്കുവാനുള്ള ശക്തി ക്രൂശിലെ ദൈവകൃപയ്ക്കുണ്ട്, യേശുവിൽ ആശ്രയിക്കുന്നവർക്കുണ്ട്. അതുകൊണ്ട് കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ആശ്രയിക്കും. ഇന്നത്തെ ചിന്ത, ഉപദ്രവിച്ചവർക്ക് മധുരപ്രതികാരം ചെയ്യണം. എങ്ങനെ? നന്മ ചെയ്തും അവരെ സ്നേഹിച്ചും അവരെ സഹായിച്ചും ഉപദ്രവിച്ചവർക്ക് ഒരു ഉപകാരം ചെയ്ത് അവരുടെ ഭോഷത്വത്തെ നാം പൊളിച്ചു കളയണം. അവരുടെ അറിവില്ലായ്മയിൽ നമ്മോട് കാണിച്ചത് ക്ഷമിക്കാൻ കഴിയുന്നതിൻ്റെ പേരാണ് ദൈവസ്നേഹം. സ്നേഹമെല്ലാം പൊറുക്കുന്നു, അയോഗ്യമായി നടക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അവരെന്നോട് അങ്ങനെ കാണിച്ചു, ഞാൻ ഇങ്ങനെ ഇല്ല. സ്നേഹം ഒരു നാളും പരാജയപ്പെടുന്നില്ല. ആ സ്നേഹമാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന് റോമർ 5:5 പറയും. നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കും ദൈവത്തിൻ്റെ സ്നേഹം. നമുക്കായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല, നമുക്കായിട്ട് ആരോടും കരുണ കാണിക്കാൻ കഴിയില്ല. നമ്മെ ഉപദ്രവിച്ചവരോട് നമുക്ക് മിണ്ടണമെങ്കിൽ, അവരോട് സംസാരിക്കണമെങ്കിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവം കൃപ തന്നാൽ അതെല്ലാം ചെയ്യാൻ നമുക്ക് കഴിയും. ജോസഫ് തന്നെ ദ്രോഹിച്ച ആ കുടുംബത്തെ, ആ കുടുംബങ്ങളെ ഏറ്റവും നല്ല ഉയരങ്ങളിൽ എത്തിച്ചു. യേശുവിൻ്റെ അതേ മനോഭാവം, ക്രിസ്തുവിൻ്റെ അതേ ഭാവം നമുക്കുണ്ടാകാം. അതിന് കർത്താവിൻ്റെ ആത്മാവിൽ നിറയുക, ബലപ്പെടുക. കർത്താവ് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ ഒരു വലിയ കൃപ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ. ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, ശത്രുക്കളായി പെരുമാറിയവരെ സ്നേഹിക്കാനും, അവരുടെ കഷ്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും യേശുവിനെ പോലെ
സ്തേഫാനോസ് പ്രാർത്ഥിച്ചത്, ജോസഫിനെ പോലെ ഉപദ്രവിച്ചവർക്കും ഉപകാരം ചെയ്യുന്ന ആ ദൈവിക സ്വഭാവത്തെ ഞങ്ങളിൽ നിറച്ചു തരണമേ. ഞങ്ങളുടെ അകത്തുള്ള, ഞങ്ങളുടെ ഉള്ളിലുള്ള ഇടുക്കങ്ങളെ പൊളിച്ചു കളയണമേ. പ്രതികാരമെന്ന ജഡത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. സകലത് നന്മയ്ക്കെന്നുള്ള ജോസഫിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള സന്ദേശം ഞങ്ങളുടെ ഉള്ളിൽ കുത്തി നിറക്കണമേ. കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ, ശാരീരികമായി മാനസികമായി സൗഖ്യമാകട്ടെ. സാമ്പത്തിക വഴികൾ ജോസഫിന് തുറന്നതുപോലെ തുറന്നു വരട്ടെ. ബലവും കൃപയും കൊണ്ട് നിറക്കണം. വഴികളും വാതിലുകളും തുറക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പുതുവഴികൾ തുറക്കും. മുമ്പ് പറഞ്ഞതുപോലെ നാളെ മുതൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ, വ്യാഴം, വെള്ളി, ശനി രാവിലെ 10:30 ആരംഭിക്കും. പകൽ മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. കടന്നു വരിക. അത് വ്യക്തിപരമായി നിങ്ങൾക്ക് അനുഗ്രഹമാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീസസ് എവരിഡേ എല്ലാ ദിവസവും ഇതേ സമയം തുടരുന്നതാണ്. ഗോഡ് ബ്ലെസ് യു.